CM കുറുവ എന്നിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ PN ഗോപിനാഥൻ, SHO ഇടുക്കി പോലീസ് സ്റ്റേഷൻ, ശ്രീ BN രാജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ശ്രീ AM ജോൺസൺ, ജില്ലാ സെക്രട്ടറി, ശ്രീ ബേബി ജോൺ, ജില്ലാ ട്രഷറർ, ശ്രീ ജോസ് കെ ബാറത്തിൽ എന്നിവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജോസഫ്, TC ദേവസ്യ, റെജി P മാത്യു എന്നിവരും സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനകളുണ്ട്. ജീനാമ ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന SWPPW അംഗങ്ങളെ, നേതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ രാവിലത്തെ സെഷനിൽ സമ്മേളനത്തിൽ വളരെ വിശദമായിട്ട് നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞു. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൊട്ട് കേൾക്കുന്നതുമാണ്. എന്നാലും റിട്ടയർ ചെയ്ത് നമ്മൾ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച് വ്യാപകൾ ഭേദമന്യേ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിരിക്കുന്ന വേതനമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതെ ജീവിത സായാഹ്നത്തിൽ ലഭിച്ചവരാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ. പെൻഷൻ ജീവിതത്തിലും ഈ അവഗണന നേരിടുമ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കാതെ ഒറ്റക്കെട്ടായി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും കൂട്ടായ്മ വളർത്തുന്നതിനും ഒരു സംഘടനയുടെ ആവശ്യം വേണ്ടിവരികയായി. 1979 വർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ പെൻഷൻ പറ്റിയ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ സംഘടിച്ച് സംഘടനകൾ രൂപീകരിക്കുകയും എന്നാൽ അത് കാലക്രമേണ സൃഷ്ടിച്ചു പോവുകയും ബലം കുറഞ്ഞു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ 2008 കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളുടെ അശ്രാന്ത പരിശ്രമം മൂലം സംഘടന ശക്തി പ്രാപിക്കുകയും 2010 ജില്ലാ തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും 2011 കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന് രൂപം നൽകുകയുണ്ടായി.
തുടർന്നു വന്നിരുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായി യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും കഴിഞ്ഞ 6 തവണകളായി നടന്നു പോന്നിട്ടുണ്ട്. 7ാം തവണയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ വേണുഗോപാൽ അവറുകളാണ്. നമുക്കറിയാം, ജില്ലാ പ്രസിഡന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സംഘടനയെ വളർത്തുവാനും അംഗങ്ങളെ ചേർത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു വരികയും സംഘടന ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആദരണീയനായ ജില്ലാ പോലീസ് മേധാവി ശ്രീ KM സാബു മാത്യു IPS അവറുകളാണ്. നമുക്കറിയാം, തിരക്കുകൾക്കിടയിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിനിടയിലും കൃത്യമായ സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്തിച്ചേരുകയും നമ്മളോടൊത്ത് ചേർന്ന് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട എറണാകുളം റേഞ്ച് ഇന്റലിജൻസ് മേധാവി ശ്രീ VU കുര്യാക്കോസ് IPS അവറുകളാണ്. നമുക്കറിയാം, രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അദ്ദേഹം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കൂടുതൽ ജോലികൾ അദ്ദേഹത്തിനുമുണ്ട്. എന്നാലും അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും നമുക്ക് മുഖ്യപ്രഭാഷണം നൽകുവാനായി സമ്മതിച്ചെത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടാതെ ഈ സമ്മേളനത്തിന് ആശംസ അറിയിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ CM കുരുവിള, നമുക്കറിയാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സംസ്ഥാനത്തെ സെക്രട്ടറിയാണ്. അടിമാലി യൂണിറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളാം. അടുത്തത് നമുക്ക് ഇടുക്കി പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്നു അദ്ദേഹം. ഇവിടെ എത്തിക്കൊള്ളാമെന്ന് ഏറ്റിരുന്നു. SHOയുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം, എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ എത്താൻ സാധിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തിന് ഈ പ്രതിനിധി സമ്മേളനത്തിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ VN രാജു അവർ എല്ലാവർക്കും സുപരിചിതനാണ്. യോഗകാര്യങ്ങളിൽ അദ്ദേഹം ഏറ്റുനിന്നിട്ടുണ്ട്. യോഗകാര്യങ്ങളിൽ വാദവരാതെ സംഘടനയെ പറ്റി മഴ പെയ്യുന്ന പോലെ കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുത്ത് സംസാരിക്കുന്ന നമ്മുടെ നല്ലൊരു നേതാവ്. അദ്ദേഹവും കട്ടപ്പന യൂണിറ്റിന്റെ കഴിഞ്ഞ 2 വർഷത്തെ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. സംഘടനയുടെ ഏത് കാര്യങ്ങളും എപ്പോൾ ഏത് ഒക്കത്തിൽ ചോദിച്ചാലും യാതൊരു മടിയും കൂടാതെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് കൂടാതെ
വിവിധ യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മേഖലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകർ, ഫാമിലി പെൻഷൻകാർ, അവരെല്ലാം പോയി, കുടുംബാംഗങ്ങൾ, മറ്റെല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വാഗതം ആശംസിച്ച ഈ നമ്മുടെ 7ാമത് ജില്ലാ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം കൺവീനർ കൂടിയായ ശ്രീ സെബാസ്റ്റ്യൻ തോമസ്, പിന്നെ നമ്മുടെ മേഖല പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നടത്താൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ഇടുക്കി ജില്ലാ പോലീസ് ചീഫ് ശ്രീ കയൻ സാബുമാരുടെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട SBCID എറണാകുളം റേഞ്ച് പോലീസ് സൂപ്രണ്ട് ആദരണീയ ശ്രീ വില്യു കുര്യാക്കോസ് IPS അവർ, സംഘടനയുടെ എല്ലാമായ അംഗങ്ങളെ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം നമ്മളെ ഇതിനെപ്പറ്റിയൊക്കെ ശക്തമായി പഠിച്ചിട്ടുള്ളൂ, സംഘടന സ്ഥാപിച്ച കാലം തൊട്ടുള്ള എല്ലാവരും ഇന്നും ഇവിടെ വന്നു, അവർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അതേ പ്രസംഗമാവും. ആവർത്തന വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഏതായാലും ഒരു സമ്മേളനത്തിന് ശരിയല്ല. അതുകൊണ്ട് ഞാനൊന്നും തന്നെ പറയുന്നില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് നമുക്ക് മെഡിസിപ്പാണ്. ഈ വാരം കൊണ്ട് ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു ഭരണ സംവിധാനം സംസ്ഥാനത്ത് വരുമ്പോൾ അതിന് കാര്യക്ഷമമായ മാറ്റം വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മെഡിസിപ്പിൻ്റെ ഇതിന് പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടന്നു. സംസ്ഥാന തലത്തിൽ നടന്ന പല പ്രതിഷേധങ്ങളും നമ്മുടെ പ്രതിഷേധങ്ങളാണ്. നമ്മുടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, ഇവിടെ സ്വാഗതം പറഞ്ഞ കൺവീനർ സെബാസ്റ്റ്യൻ തോമസ്, മുഖ്യ പ്രഭാഷണം നടത്തുന്നതായി നമ്മുടെ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യ എൻ്റെ സുഹൃത്തുമായ ഇന്റീരിയൻസ് SP ശ്രീ വില്യു കുര്യാക്കോസ്, ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന CM കുരുവിട, ഇടുക്കി SHO വന്നിട്ടില്ല എങ്കിലും ശ്രീ ഗോപിനാഥൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജു, ജില്ലാ സെക്രട്ടറി ജോൺസൺ, മറ്റ് പ്രിയപ്പെട്ട വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാരവാഹികളെ, നമുക്കറിയാം നല്ലൊരു വേദിയാണ്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നുന്നു. നീണ്ട 31 വർഷത്തെ സർവീസിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന പലരെയും ഈ വേദിയിൽ കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ആരോഗ്യത്തോട് ഇനി ഒരു 10, 30, 40 വർഷം കൂടെ പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്ക് വേണ്ടി പറയാനുള്ളൂ. ഇവിടെ വേണുഗോപാൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചെറുപ്പക്കാരിൽ നമ്മളെ പോലെ പ്രായമുള്ളവരെന്ന് പറഞ്ഞു. ശരിക്കപ്പം ചങ്കിനകത്ത് ഒരു കത്തി കയറ്റുന്ന പോലെ തോന്നുന്നു. 57 വയസ്സായി ഞാനിവിടെ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രായമായെന്ന് എനിക്കങ്ങോട്ട് സമ്മതിക്കാത്ത വിഷമമാണ്. ഇനിമേ എനിക്ക് പറയാനുള്ളത്, നമുക്കൊന്നും പ്രായമായിട്ടില്ല. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ചിന്ത മനസ്സിലേക്ക് തള്ളണം. നമുക്കിനിയൊരു ഫൈറ്റിനുള്ള ആരോഗ്യവും ഊർജവും എല്ലാം ഉണ്ട്. ദൈവം നമ്മെ സഹായിച്ചിട്ട് ലൈഫ് എക്സ്പെക്ടൻസി കേരളത്തിലെ 85 വയസ്സാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലെ പോലെ കേരളത്തിലെ 85 വയസ്സാണ് ലൈഫ് എക്സ്പെക്ടൻസി. അപ്പം നമുക്ക് എത്രയും 56 വയസ്സ് റിട്ടയർ ചെയ്യുന്നുണ്ട്. എന്തായാലും 20 വർഷം വളരെ ആക്റ്റീവായിട്ട് പോകാൻ പറ്റും. കുറച്ച് നേരം ശ്രദ്ധിച്ചാൽ മതി. 1 മണിക്കൂറെങ്കിലും ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 85-90 വളരെ സുന്ദരമായിട്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കടന്നു പോകാൻ സാധിക്കും. 1 മണിക്കൂർ നടക്കുക, മിനിമം എക്സർസൈസ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റില്ലല്ലേ?
ഇല്ലാതെ നിങ്ങൾ പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നടപ്പ് ഒരു കാരണവശാലും ജീവിതത്തിൽ മാറ്റി വെക്കരുത്. 1 മണിക്കൂർ നടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്ന വളരെയധികം കാശ് ലാഭിക്കണം. പ്രായമാകുമ്പോൾ ഷുഗർ കാണും, ഒക്കെ പിന്നെ കൊളസ്ട്രോൾ കാണും, അതുപോലെ തന്നെ BP വരാം. BP ഉള്ളവർക്ക് പല അസുഖങ്ങളും. ഈ അസുഖങ്ങളെല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ദിവസം 1 മണിക്കൂർ നടക്കുക. ആ നടപ്പുണ്ടെങ്കിൽ നമ്മൾ വളരെ പൂർണ്ണ ആരോഗ്യത്തോടെ 80, 85, 90 വയസ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത് മാത്രമേ ആദ്യം പറയാനുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞാൽ 2 വർഷമായിട്ട് ഞാനും നിങ്ങളെ പോലെ ഇവിടെ ഇരിക്കുന്ന ഒരാളായി മാറും. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കുര്യാക്കോസ് പറയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ കുര്യാക്കോസ് നമ്മുടെ വന്ന് ചേരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതൊന്ന്. 2, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. വീട്ടിൽ ഇരുന്നാൽ പെട്ടെന്ന് പ്രായമാകും, പെട്ടെന്ന് പ്രശ്നമാകും, ഒത്തിരി ആവശ്യമില്ല നമ്മൾ ചിന്തിക്കും. എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ചാലേ പറയാം, ഓണം കൃഷി അല്ലെങ്കിൽ കാലി വളർത്തൽ, എന്തെങ്കിലും ഒരു വർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറിയോ കമ്പനിയോ എന്തെങ്കിലും പ്രൈവറ്റ് ഗവൺമെന്റ് ജോലിയോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഫീൽഡിൽ പോകണം. കാരണം പോലീസ് നമ്മളെല്ലാം യൂണിഫോം ഇട്ട് പോലീസ് തുടങ്ങിയ കാലം മുതൽ റിട്ടയർ ചെയ്യുന്ന അന്ന് വരെ 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ടൈം ബൗണ്ട് വർക്കല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 10 മുതൽ 5 വരെ ഡ്യൂട്ടി, 5 മണി ശേഷം അവർക്ക് പണിയില്ല, അവർ നേരെ വീട്ടിലേക്ക് പോകും. ആ ലെവലിൽ അവർ ട്രെയിൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ലെവലിൽ അവർ ട്യൂൺ ചെയ്തെടുത്തവരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെയല്ല. രാവിലെ 5 മണിക്ക് വന്നാൽ രാവിലെ 5 മണിക്ക് വരും, വൈകുന്നേരം രാത്രി 10 മണി ശേഷം വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, 10 മണി ശേഷം പോവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പോയി തിരുവനന്തപുരം പോയി PhD പോയി ഒരു കാര്യം നടത്തുമ്പോൾ നമ്മൾ അപ്പം തന്നെ കെട്ടിപ്പറഞ്ഞാൽ പോകും. നമ്മൾ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഇത് പോലീസിന്റെ നേച്ചർ ഓഫ് വർക്കാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഗൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ മോൾഡ് ചെയ്തിരിക്കുന്നത് 24 മണിക്കൂറും ജോലി ചെയ്യാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തിനെങ്കിലും പണിക്കിറങ്ങി ജോലിക്ക് പോകണം. ജോലിക്ക് പോയി വീട്ടിൽ നിൽക്കാതെ പണിയെടുത്താൽ മാത്രമേ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒത്തിരി ക്രിയേറ്റീവാണ്. സമൂഹത്തിൽ ഒത്തിരി ഇവിടെ തന്നെ നമ്മുടെ മെമ്പർ, ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മുടെ മെമ്പറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം വളരെ വലുതാണ്. അദ്ദേഹത്തിന് ഒത്തിരി ഉണ്ട്. ജനസേവനത്തിന് വേണ്ടി വളരെയധികം മുമ്പോട്ട് പോകാൻ സാധിക്കും. കാര്യം പോലീസിൽ നമുക്കറിയത്തില്ലാത്ത ഒന്നുമില്ല, എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ നിൽക്കുന്ന നമുക്ക് ജനസേവനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയക്കാരെക്കാൾ വളരെയധികം സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. വളരെയധികം നമുക്കറിയാം. നമുക്കൊരു ലിങ്ക് ചെയ്യാനും മറ്റു ഡിപ്പാർട്ട്മെന്റ് ലിങ്ക് ചെയ്യാനും മറ്റുള്ള ആൾക്കാരും മറ്റു സമുദായക്കാരുമായിട്ട് മറ്റ് ഏജൻസികൾ ലിങ്ക് ചെയ്യാൻ വളരെ ഈസിയായിട്ട് നമുക്ക് സാധിക്കാനും പോലീസിനെ സംബന്ധിച്ച് ഒന്നിനും ഒരു അറപ്പില്ല എന്നുള്ളതാണ്, ഒരു ഹെസിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. എവിടെ ഇടിച്ചു കയറാനോ ആരുമായിട്ട് സംസാരിക്കാനോ ഒരു മടിയില്ല എന്നുള്ളതാണ്. കാര്യം അതാണ് നമ്മുടെ വർക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഈ സംഘടന വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. വളരെയധികം അതിന് ആര് വരുന്നില്ല, മറ്റേ കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ട കാര്യം നമ്മൾ ആൾക്കാരെ കൊണ്ടുവരണം. സംഘടനയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണം. നമ്മുടെ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് ആസ്ഥാനം വേണം. അതിനുള്ള സ്റ്റെപ്പ് എടുത്താലേ അത് നടക്കുള്ളൂ. അതിനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. ആസ്ഥാനം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇവിടുന്ന് കാലം വീട്ടിലുണ്ടോ? ഇല്ലേ, ഒരുപാട് സ്ഥലമില്ല. എവിടെയെങ്കിലും 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് കെട്ടണം പണിയാനുള്ള സംവിധാനം വേണ്ട. എപ്പോഴും ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ. അതിൽ നിങ്ങൾക്ക് വളരെ നീങ്ങാൻ സ്റ്റെപ്പ് എടുത്ത് നീങ്ങുക. നമുക്ക് എല്ലാവരും കൂടെ സഹകരിച്ച് ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൂ. ആ ലെവലിലേക്ക് നീങ്ങണം. സംഘടനയായ ഒരു നിലനിൽപ്പ് വേണം, ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണം. അതിനുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. പല പല സംവിധാനങ്ങൾ മൈക്രോ ഫിനാൻസ് വഴി നമുക്ക് ഒപ്പിച്ച് പല കാര്യങ്ങൾ സാധിക്കും. ആ ലെവലിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ സംഘടന നിലനിൽപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരെയും വരുന്നവരെ കയറ്റി ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തില്ല. അതിനുള്ള ശക്തമായ ഒരു മൂലധനം ഇട്ടുകൊണ്ടും ശക്തമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറായിക്കൊണ്ടും ശക്തമായ ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് മുമ്പോട്ട് സാധിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴുള്ള സംഘടനാ നേതാക്കന്മാരും ഭാഗത്ത് ഉണ്ടാകണം. എല്ലാവിധ സഹകരണം പറ്റും. നിങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിനുള്ള എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും വാഗ്ദാനം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുകയാണ്. അതിന് മുമ്പോട്ട് പോകണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ കടമ ഈ യോഗം ഉദ്ഘാടനം നടത്തിയാൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. താങ്ക് യു സർ, താങ്ക് യു. ഏറെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ശ്രീ KM സാബു മാത്യു IPS അവർക്ക് നന്ദി. മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട എറണാകുളം റേഞ്ച് ഇന്റലിജൻസ് SP ശ്രീ BU കുര്യാക്കോസ് IPS അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പോൾ
2 വർഷം മുമ്പ് ഞാൻ നടന്ന വഴിയിൽ കൂടെയാണ് വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. കാരണം രാവിലെ സാബു പറഞ്ഞ പോലെ ആരോഗ്യമെന്ന് പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് ഞാനും എൻ്റെ PSOമാരും ഉണ്ടായിരുന്നു. ഇല്ല നടക്കും. ആ നടന്ന ഒരു 4-5 കിലോമീറ്റർ നടക്കും. ആ കയറ്റം നടക്കാം. പക്ഷെ അവിടെ വന്നപ്പോൾ എന്തോ ഒരു വലിയൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. സ്വന്തം എനിക്ക് വീണ്ടും ഇടുക്കിയിലോട്ട് വരാനുള്ള അവസരം ഒരുക്കിയ ഇതിനെ വിളിച്ച ജോൺസനും ഇതിൻ്റെ വേണുവിനും മറ്റ് ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഞാൻ ഇപ്പോൾ SSPയിലാണെങ്കിലും പല കാര്യങ്ങളും എൻ്റെ കൂടെ ഇപ്പോൾ വേണു ആണെങ്കിൽ 9.25 വർഷം SSPയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ഫീൽഡ് ഓഫീസേഴ്സിനെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് പേഴ്സണലി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഇൻഫർമേഷൻ സാറേ ഇന്നടുത്ത് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയുന്ന ഒത്തിരി കാര്യങ്ങളാണ്. പലതും ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നുണ്ട്, നടപടി എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വന്നിരിക്കുന്നവരോട് ആദ്യത്തെ റിക്വസ്റ്റ് അതാണ്, നിങ്ങൾ വളരെ കഴിവുള്ളവരും കാലിബറുള്ളവരാണ്. നിങ്ങൾ ഈ സാബു പറഞ്ഞ പോലെ ഈ സൊസൈറ്റിക്ക് വേണ്ടി വളരെയേറെ മാറ്റങ്ങൾ വരുത്തും, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുമാണ്. ഇനിയും നിങ്ങളുടെ ശിഷ്ടകാലം സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ശരിയല്ല തെറ്റെന്നുള്ളത് കണ്ടെങ്കിൽ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റോടെ ഇനി കാണിക്കണം. റിട്ടയർഡ് എന്നൊന്നും ചിന്തിക്കരുത്. അതിന് ഇപ്പം ഞാനിവിടെ ഇടുക്കിയിൽ അതിനുവേണ്ടി ഒരു റിട്ടയർഡുകാർക്കും ഈ ഇൻ്റലിജൻസ് കളക്ഷന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. വല്ലവരും സമീപിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. വേണവരോട് വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്ത് തരിക. അതിൻ്റെ ബാക്കിയുള്ള നിങ്ങൾ വേറെ വലിയ ഓപ്പറേഷൻസ് ഒന്നും പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, പങ്കെടുക്കാൻ ഇല്ലെങ്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റും. കാരണം സമൂഹത്തിലെ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇതെൻ്റെ അല്ല എന്ന് പറഞ്ഞ് മാറിപ്പോയാൽ അത് നമുക്ക് തന്നെ തിരിച്ച് ഭാര്യയായിട്ട് വരും. ഇന്ന് ചിലപ്പോൾ നമുക്ക് പോലീസുകാർ നമ്മളൊക്കെ റോട്ടിൽ പണ്ട് ജോലി ചെയ്യുമ്പോൾ ഒന്നും നമ്മുടെ യൂണിഫോം കണ്ടാൽ ആൾക്കാർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകും, ബഹുമാനമുണ്ടായിരുന്നു. ആൾക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് പോലീസിനെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഡ്രഗ്സാണ്. പണി കഴിച്ചിട്ട് വരുന്നവരെ നിയന്ത്രിക്കുന്നത് നോർമൽ ചിന്താഗതിയൊന്നുമല്ല. ഇപ്പോൾ ഡ്രഗ്സ് ഇന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി നശിപ്പിക്കണമെന്ന ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന ബോംബ് ഇടുകയല്ല, അവിടെ ഫ്രീ ആയിട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈ നിങ്ങൾ ചിലപ്പോൾ ചില ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെ നോക്കിയത് കാണാം. ഈ ഡ്രഗ്സ് ട്രാഫിക്കിങ് ഏത് റൂട്ടിൽ കൂടെയാണ് കൂടുതൽ വരുന്നത് പിടിച്ച് നോക്കുക. അത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ വരുന്നത്. കൂടുതലും അഫ്ഗാനിസ്ഥാൻ വഴിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യ എന്ന രാജ്യം വളർന്ന് വലുതായാൽ ഇത് മറ്റു പല രാജ്യങ്ങൾക്കും ഭീഷണിയാകും എന്ന രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആശംസകളാണ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി KSPPWA സംസ്ഥാന സെക്രട്ടറി ശ്രീ CM കുരുവിള സാറിനെ ക്ഷണിച്ചു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ R. വേണുഗോപാൽ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ SP ആയിരുന്ന ശ്രീ KM മാത്യു IPS അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആളുമായ ശ്രീ V. കുര്യാക്കോസ് IPS അവരുടെ ശേഷം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഏഴാമത് ഇടുക്കി ജില്ലാ സമ്മേളനം, കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 7ാമത് സമ്മേളനം ഇടുക്കിയിൽ വെച്ച് നടത്തുന്നതിന് ഇടുക്കി യൂണിറ്റിലെ അംഗങ്ങൾ
അത് 100% പേരും സഹകരിച്ച് ഈ നടത്തിയതിൻ്റെ ഫലമാണ് ഇത്രയും വിജയകരമായി ഇവിടെ ഈ കാര്യങ്ങൾ നടത്തുന്നതിന് ഭംഗിയായിട്ടും ആഡംബരമായിട്ടും നടത്തുന്നതിന് സാധിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന് ശേഷം ഈ അടുത്ത പ്രവർത്തന വർഷത്തേക്കുള്ള ജില്ലാ സംസ്ഥാന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു കുരുവിള സാർ. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ BN രാജു സാറിനെ ക്ഷണിക്കുന്നു. KSPPWA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ സഹോദരനായ ശ്രീ വേണു സാർ, ബഹുമാനപ്പെട്ട ആദരണീയനായ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് സാബു സർ അവർകൾ, ബഹുമാനപ്പെട്ട SP ഇൻ്റലിജൻസ് എറണാകുളം റേഞ്ച് സാന്നിധ്യം വഹിക്കുന്ന ശ്രീ U കുര്യാക്കോസ് സാർ IPS അവർകൾ, വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് ആണ് അംഗങ്ങളെ ചേർത്തത്. ഓരോ വീട്ടിലും ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും എതിരൊന്നും പറഞ്ഞില്ല, വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. അങ്ങനെ 4 പേര് ചേർന്ന് നടത്തിയ ഈ ഉദ്യമം ഇപ്പം 400-ന് മേളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അഭിമാനിക്കാവുന്നതല്ലേ? ആ അഭിമാനമാണ് ഞാൻ അഭിമാനത്തോട് സന്തോഷത്തോടും കൂടി ഇവിടെ നിൽക്കുന്നു എന്ന് പറയാൻ കാരണം. വേദിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം. ഇത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അല്ല. റിട്ടയർഡ് എന്നുള്ളൊരു വാക്ക് തന്നെ ഈ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിൽ ഇല്ല. അവർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തെന്നേ ഉള്ളൂ. അതൊന്നും പ്രാധാന്യവും കൊടുക്കുന്നില്ല. കാരണം പണിയും കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു, സന്തോഷം. തുടർന്നും നമ്മൾ യുവാക്കളായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ സർവീസിൽ ഇരുന്ന കാലഘട്ടങ്ങളിൽ അവധി എന്നൊന്നും നമുക്കില്ല. ശനിയില്ല, ഞായറില്ല, ഇതൊന്നുമില്ല. ഡിക്ലെയർഡ് ഹോളിഡേയ്സും ഇല്ല. അങ്ങനെയാണ് നമ്മൾ പണിയെടുത്ത് പോകുന്നത്. നമ്മളൊരു പെർമിഷൻ മേടിച്ചു, അല്ലെങ്കിൽ ലീവ് എടുത്തു എങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. എന്നാലും സ്വാതന്ത്ര്യമില്ല. വോട്ട് വിളി പുറകെ വരും. നമ്മൾ ഏതെങ്കിലും കോടാലിയുടെ പുറത്ത് കയറാൻ പോകേണ്ടതായിട്ട് വരും. ഇതൊക്കെ അനുഭവത്തിൽ പോന്നിട്ടുള്ളതാണ്. പിന്നെ പോലീസിനകത്ത് പണിയെടുത്തത് കൊണ്ട് ജീവിത ജനങ്ങളെ, ക്രിമിനലുകളെയും നല്ലവരെയും എല്ലാം ബഹുമാനിക്കപ്പെട്ടതായ വ്യക്തികളെയും എല്ലാം ബേസ് ചെയ്ത് നല്ല ഒരു അടിസ്ഥാനപരമായ ഒരു നോളജ്, എവിടെ പോയിരുന്നാലും ആരോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് എന്നുള്ള ഒരു അവയർനെസ് പോലീസ് എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് സംചാരമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിർത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു രാജു സാർ. അടുത്തതായി തൊടുപുഴ യൂണിറ്റ് അംഗം ശ്രീ അബ്ദുൾ കരീം സാറിനെ ഒരു ഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കാറ്റടിച്ചു കായൽ
ദുഃഖത്തിൽ വന്നൊരു കനി നീട്ടി ഞങ്ങളെ ദുഃഖ കടലിലെറിഞ്ഞു. എന്തിനീ ദുഃഖ കടലിലെറിഞ്ഞു? ഓ കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാ കടല് അക്കരയോ ഇക്കരയോ. നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കി SP അദ്ദേഹം സാബു മാത്യു അവർ പോകാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് 2 വാക്കുകൾ. അതായത് 2011 നമ്മുടെ സംഘടന രൂപീകൃതമായി 2016 വരെ നമ്മുടെ സംഘടന ഏത് യൂണിറ്റിലും മീറ്റിങ്ങുകൾ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ റാങ്ക് ഭേദമന്യേ വന്ന് നമ്മുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്നാൽ 2016 മുതൽ 2026 വരെയുള്ള ഈ 10 വർഷക്കാലം പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി നേരിട്ട് ക്ഷണിച്ചിട്ടും ആരും വന്നിട്ടില്ല, പലയിടത്തും. അതിനൊരു കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴ മീറ്റിങ്ങിൽ, തൊടുപുഴ യൂണിറ്റ് സമ്മേളനത്തിൽ തൊടുപുഴയിൽ സ്പീക്കറുകൾ വന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി സ്പീക്കറെ വിളിച്ചു, വരാമെന്ന് സമ്മതിച്ചു, തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. വി കുര്യാക്കോസ് സാറിനെ വിളിച്ചു, ഞാനും തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ വന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾക്ക് നല്ല സന്ദേശം നൽകുകയും ചെയ്ത ഇടുക്കി പോലീസ് ചീഫ് ശ്രീ KM സാബു മാത്യു IPS അവരോടും ശ്രീ VU കുര്യാക്കോസ് IPS അവരോടുള്ള ഞങ്ങളുടെ അഖണ്ഡിതമായ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന SP അല്ലെങ്കിൽ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനും പറഞ്ഞ് വനിതാ സാന്നിധ്യം കുറവാണെന്ന്. ശരിയാണ്. നമ്മുടെ ജില്ലയിൽ 3 വനിതകളെ നമ്മൾ അംഗങ്ങളായിട്ടുള്ളൂ. 3 വനിതകളെ അംഗങ്ങളായിട്ടുള്ളൂ. അതുപോലെ തന്നെ അനുബന്ധ അംഗങ്ങൾ, അതായത് ഫാമിലി പെൻഷനേഴ്സും കുറവാണ്. സംഘടന ഈ മീറ്റിങ്ങിൽ 2 വനിതാ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രീമതി ജയശ്രീ KK, അതായത് 2022 സ്റ്റേജിലേക്ക് വരുന്ന വേണ്ട അവിടെ നിന്ന് 2025 ITI റിട്ടയറായി. ഇനി അടുത്തത് ശ്രീമതി സുലേഖ, കട്ടപ്പന ട്രാഫിക് യൂണിറ്റിൽ നിന്നും SI റിട്ടയറായി, അല്ലേ? SI റിട്ടയറായി. ഈ 2 പേരെയും നമ്മുടെ സംഘടനയിലേക്ക് ഈ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ റിപ്പോർട്ട് അവതരണമാണ്. നമ്മുടെ റിപ്പോർട്ടാണ് 2024-26 വർഷത്തേക്കുള്ള നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടാണിത്. ജില്ലാ സെക്രട്ടറി ജോൺസൺ ആണ് ഈ പണി ഒപ്പിച്ചേർന്ന് പിന്നെ നിലയിലേക്ക് പ്രസിഡന്റ് സ്ഥാനം വെച്ചതെന്നായിരുന്നു. അതിനുള്ള ചെറുതൊക്കെ വലിയൊരു പങ്ക് നിലവിലെ പ്രസിഡന്റ് മത്തായി സാറിനുണ്ട്. ഞാനത് പെട്ടെന്ന് പറയുന്നതിന് ജില്ലാ കമ്മിറ്റി പാസ്സാക്കി അന്ന് തന്നെ പറഞ്ഞതാണ്, നമുക്ക് താല്പര്യമില്ല ഒന്ന്. പക്ഷേ
എല്ലാവരുടെയും സ്നേഹപൂർവമായ ചില സമയത്തുണ്ടായ സമ്മർദ്ദം കാരണം ഈ വരുന്ന 2 വർഷത്തേക്ക് നിലവിൽ തിരഞ്ഞെടുത്ത ഇവരോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കാര്യം മാത്രം ഉറപ്പു പറയാം, നമ്മുടെ സംഘടനയുടെ എല്ലാ അംഗങ്ങളുടെയും ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും ആരോഗ്യമുള്ളിടത്തോളം കാലം മുൻപന്തി ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നു. എന്നിൽ അർപ്പിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരിക്കൽ കൂടി നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേണു സാറ്, വേദിയിലിരിക്കുന്ന സംഘടനയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ, മുൻ ഭാരവാഹികളെ, സദസ്സിൽ ഇരിക്കുന്ന സംഘടനാ സ്നേഹികളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് മെയ് 13. കാരണം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ജില്ലയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ജില്ല. നമ്മളൊക്കെ സർവീസിനുള്ള 3 സബ് ഡിവിഷനുള്ളൂ. തൊടുപുഴ സബ് ഡിവിഷൻ, മൂന്നാറ്, കട്ടപ്പന. പക്ഷേ നമ്മുടെ പോലീസുകാരൻ തൊടുപുഴക്കാരെ തൊടുപുഴ മാത്രം ജോലി ചെയ്തിട്ടുള്ളൂ, കട്ടപ്പന സബ് ഡിവിഷൻകാരൻ കട്ടപ്പന മാത്രം ജോലി ചെയ്തിട്ടുള്ളൂ, പിന്നെ മൂന്നാറുകാരൻ മൂന്നാറ് മാത്രമാണ് കൂടുതലും ജോലി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 3 സബ് ഡിവിഷൻകാരൻ കൂടുതൽ അങ്ങോട്ടും അറിയാൻ സാധ്യതയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് 3 സബ് ഡിവിഷൻ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലബാറിൽ ഒരു 11 വർഷം, പിന്നെ 6 വർഷക്കാലം എറണാകുളം റൂറലിൽ എസ്ഐയായിട്ടാണ് ജോലി ചെയ്തിട്ട് എനിക്ക് ഇന്ന് വന്ന ഏകദേശം 90% ആളുകൾ നമുക്ക് പരിചയമുണ്ട്. അവരൊക്കെ ആയിട്ട് വളരെ അടുത്ത സ്നേഹം ബന്ധമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഒത്തിരി പേരെ കാണാൻ സാധിച്ചു, വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഇടുക്കി യൂണിറ്റിലെ എല്ലാവരും ഇന്നലെ വൈകിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ടാണ് ഇവരെല്ലാവരും തന്നെ കൊടി നാട്ടാൻ വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി. അത്ര പേരും വന്നു. ഇന്ന് രാവിലെ പതാക ഉയർത്തുന്നതിന് വേണ്ടി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള വേണ്ടി ഞാൻ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ജോൺസാറിൻ്റെ ഇവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും എന്നോട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് ഈ ഇടുക്കി യൂണിറ്റ് നമ്മുടെ സമ്മേളനം നടത്തി. രാവിലെ പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട MP D. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായ സംസ്ഥാന പ്രസിഡന്റ് ലംബോദരൻ സാറും സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ കലാമ സാറും ഇവിടെ വന്നു. ലംബോദരൻ സാറിനെ ഞാൻ നേരത്തെ കണ്ടുപരിചയമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്, സംസാരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു 10-60 പേരുടെ ഇടയ്ക്ക് സംസ്ഥാന സെക്രട്ടറി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്തത് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വിനയപരസ്പരം എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കാസർഗോഡുകാരനാണെന്ന്. അദ്ദേഹമാണ് ഈ ബാലകൃഷ്ണൻ കലറ എന്നൊക്കെ വളരെ വിനയമായിട്ട് ലളിതമായിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പെൻഷനായിട്ട് 21 വർഷമായിരുന്നു എന്ന് പറഞ്ഞാൽ 55 വർഷം പെൻഷനായി 21 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 76 വയസ്സ്. ഈ 76 വയസ്സിൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി സംസ്ഥാനം മുഴുവൻ ഓടി നടക്കാൻ ഈശ്വരൻ അദ്ദേഹത്തിന് ആ പ്രാണി കൊടുത്തതിൽ ഒരു അഭിമാനിക്കുന്ന കാര്യമാണ്. ഞാൻ പെൻഷനായിട്ട് ഇപ്പോൾ 9 വർഷമായി. ഇന്നിപ്പോൾ എന്നോടൊപ്പം തൊടുപുഴ സബ് ഡിവിഷനിൽ ഒരുപാട് പേര് വന്നായിരുന്നു. അവരൊക്കെ 10-24 വർഷം കൂടി കണ്ടാറുണ്ട്. അതിൽ 1-2 പേർക്കൊക്കെ അത് മനസ്സിലായില്ല. കാരണം അവരുടെ ഒരു ഓർമ്മക്കുറവുകളുണ്ട്. ബാക്കി എല്ലാവർക്കും തന്നെ മനസ്സിലായി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഈ പരിപാടി ഇന്ന് നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സാബു മാത്യു സാറാണ്. സാബു മാത്യു സാറ് അടിമാലിക്കായിരിക്കും. അദ്ദേഹത്തിന് 3 വർഷക്കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അടിമാലിക്കാരുടെ ഒരു സ്വകാര്യ അഭിമാനമാണ് ഇടുക്കി SP. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്ത അടിമാലിലാണ്. അടിമാലിക്കാർ ഓരോ വ്യക്തികളും സെക്രട്ടറി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് ഞാൻ ഇത് നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ എറണാകുളം SST ആയിട്ടുള്ള കുര്യാക്കോസാറാണ്. അദ്ദേഹം ഇന്റലിജൻസ് ST ആണ്. അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് എറണാകുളത്തിൽ നിന്ന് ഇവിടെ വന്നു പങ്കെടുത്തു. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇന്നിവിടെ വന്നിട്ടുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവർക്കും കുടുംബമുണ്ട്, എനിക്കും കുടുംബമുണ്ട്. ഇന്ന് ഞാൻ കുടുംബത്തിൽ ഒറ്റയ്ക്കാണ്. കാരണം എൻ്റെ മോന് ഇപ്പോൾ ജോലി ചെയ്യുന്നത് കുമ്പളിയിലാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഒരു 1.5 വർഷം മുമ്പ് നടന്നൊരു ഹർത്താലിനോടനുബന്ധിച്ച് എൻ്റെ മോൻ പുതിയതായിട്ട് കയറി പ്രൊഫഷനായിട്ട് അവൻ ജോലി ചെയ്തു എന്നുള്ള കാരണത്തിൽ അവിടെ കാവാലിയിൽ കയറി അവനെ
ക്രൂരമായ മറ്റൊരു സംഭവമൊക്കെ ഉണ്ടായി. ഞാനത് ജില്ലാ കമ്മിറ്റിയിലൊക്കെ അവതരിപ്പിച്ച് ജോൺസൺ സാറിനും കുറിച്ചും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടി വിയിൽ ലോകം കൂടുമെന്നാണ് അവനെ ആക്രമിക്കുന്നതൊക്കെ ടി വി ന്യൂസിലൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും കണ്ടാണ്. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ എൻ്റെ മോൻ്റെ ഭാര്യയുടെ കുടുംബക്കാർക്കും മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ നമ്മുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വർക്കിലാണ് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ആ മന്ത്രിയെ പോയി കണ്ടു. ഈ വീഡിയോ കാണിച്ചപ്പോൾ എൻ്റെ സങ്കടം പറഞ്ഞു, സാറേ ഇതാണ് അവനെ ഈ കുമളിയിൽ എങ്ങോട്ടും മാറ്റാം, കുമളിയിൽ എങ്ങോട്ടെങ്കിലും മാറ്റാം, എറണാകുളത്തേക്കാകാം, കോട്ടയത്തേക്കാകാം, തൊടുപുഴയ്ക്കാകാം. ഞാൻ അതിനാന്ന് ചോദിച്ചില്ല. സാർ അങ്ങനെ ആ തല്ലിയവരുടെ കാണേ ഇനി എന്നും നടക്കാനുള്ള ബുദ്ധിമുട്ട്. അവൻ ഈ തല്ലുള്ള ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവരാനാണ് തല്ലിയ CPM-ൻ്റെ CIT-ക്കാരെ. അവൻ കഴിയുന്ന ടൗണിലാണ്. ഈ ടൗണിൽ തന്നെയുള്ളവരെ എന്നും കാണാൻ ഒരു മാനസികമായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് അഭ്യർത്ഥന അയാൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അയാളുടെ ജില്ലാ പ്രസിഡന്റ് നേതാക്കന്മാരൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ 1.5 വർഷമായിട്ടും അയാളെയൊക്കെ അത് സാധിച്ചു തരാൻ പറ്റില്ല. അത് ഞാൻ വീണ്ടും ജില്ലാ കമ്മിറ്റികൾക്കും ജില്ലാ ഭാരവാഹികൾക്കും പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ അദ്ദേഹം പരാജയപ്പെട്ടെന്ന് നോക്കി 20,000 വോട്ടിനാണ് അയാൾ പരാജയപ്പെട്ടു. അപ്പോൾ മോൻ എന്ന തല്ലിയതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ ഇത് തോന്നുവാണ്. ഇനിയിപ്പോൾ എൻ്റെ മോൻ കുമളി കയറി ഇന്നും എൻ്റെ ഭാര്യ മോളെ കെട്ടിച്ചത് കോഴിക്കോടാണ്. അപ്പോൾ മോളവിടെ ഒരു ഡെന്റൽ ക്ലിനിക്കൊക്കെ നടന്ന കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു. കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പം മോളെ ചെറിയ വിശേഷമായിരിക്കുകയാണ്. കൂടുതൽ മനസ്സിലാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഭാര്യ പോയി മോളുടെ അടുത്താണ്. വരുമാനമുള്ള വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ മോനെ നാട്ടിലേക്ക് മോളൊരു ക്ലാസ്സിൽ പോകണമെങ്കിൽ എനിക്കൊരു കൂട്ട് കിട്ടുമായിരുന്നു. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്ന് ചുമതല കൃതജ്ഞത പറയാവുന്നതാണ്. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും, പിന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവർക്കും ഡെക്കറേഷൻ ചെയ്ത എല്ലാവർക്കും ഞാൻ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊണ്ടു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനഗണമനയധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ തവ ശുഭ നാമേ ഗാഹേ तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता